ആ അല്ല അങ്ങനത്തെ ഞാൻ അതുകൊണ്ട് പറഞ്ഞ ഹദീസ് നമ്മൾ മുഴുവൻ അപ്പടി ഇതാക്കുക, നമ്മൾ വ്യാഖ്യാനിച്ച് ഒപ്പിച്ച അത് എക്സിം എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഭാഗിക്ക എന്തിന് രോഗത്തിന് എടുക്കണം എന്ന് നബി പറഞ്ഞിട്ടില്ല. അപ്പം ഫത്തുൽ ബാരി പറയണത് നബി ഞാൻ പറഞ്ഞുതരാം. ഫത്തുൽ ബാരി പറഞ്ഞ ഹദീസ് സ്വീകാര്യം എന്ന് വന്നാൽ തന്നെ പറയുന്നത് നബിനോട് സ്നേഹമില്ല എന്നൊരു ബാധ ഉണ്ടായിരുന്ന മുശ്രിക്കന്മാർക്കൊക്കെ, മുശ്രിക്കുകൾക്ക്. അത് ഹുദൈബിയ സന്ധിയിൽ സുഹൈൽ പറഞ്ഞ് മുഹമ്മദ് ചതിയിൽ പെടണ്ട, യുദ്ധം നടന്ന ഇവരൊക്കെ എന്നെ വിട്ടേച്ച് ഓടിപ്പോകുന്ന അറിഞ്ഞു. അപ്പൊ നബി ഇർഹാബ് എന്നറിയും. ഇത്രത്തോളം നബിന്റെ മുടിനെ വരെ സൂക്ഷിച്ചു വെക്കും, അത്രത്തോളം സ്നേഹം നബിക്കുണ്ടല്ലോ, നബിനോട് അനുയായിക്കുണ്ടല്ലോ എന്ന് വരുത്താൻ വേണ്ടി പറഞ്ഞതാണ് ചെയ്തതെന്ന ആ ഇക്സിം എന്നറിയുന്നുണ്ട്. ആ വെള്ളത്തിൽ മുക്കി കൊടുത്തുന്നല്ല, മുടി കൊടുത്ത്. അത് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഖബറുമായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാക്കാം. നിങ്ങളെ വീക്ഷണത്തിൽ തെറ്റാന്ന് തോന്നുന്നത് നിങ്ങൾ അംഗീകരിച്ചോണമെന്നില്ല. അതന്നെ അതിന് തന്നെ അതൊക്കെ സംശയാസ്പദമാണ്. അതുകൊണ്ട് നമ്മൾ നോക്കണം. അതൊന്നും ഉറപ്പായ ഇത് കിട്ടണ ഹദീസല്ല. അതൊന്നും തള്ളണി തള്ള തള്ളിക്കോണം നിലക്ക് വ്യാഖ്യാനിച്ച് ഒപ്പിച്ചാൽ വ്യാഖ്യാനിക്കാൻ പറ്റൂലെങ്കിൽ തള്ളാം. ആരും വേണ്ട ഖബറുവായത് നിയമങ്ങൾ യോജിച്ച് സ്വീകരിച്ചോണമെന്നില്ല. ആ അതില്ല, അതൊന്നും ബുഖാരിയിലില്ല. ബുഖാരി മുസ്ലിം അതൊന്നുമില്ല. അതുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഇസ്രായേൽ ബിൻ യൂനുസ് എന്ന ആളാ മൂസലമ്മൻ്റെത്. മൂസലമ്മ വെള്ളത്തിലിട്ട് കൊടുത്തീനി. അതിന്റെ സന്ധയിൽ ഇസ്രായേൽ ബിൻ യൂനുസ് ഉണ്ട്. അയാള് ദജ്ജാലാന്ന് വരെ പറഞ്ഞിരിക്കണ്. ലിസ്സുൻ യസിരിക്കുൽ ഹദീസാന്ന് പറഞ്ഞത് ഹദീസ് കക്കണ കള്ളനാണ് എന്നാ. ഹദീസ് കക്കണ ലിസ്സാന്ന് വരെ പറഞ്ഞിരിക്കണ്. ഇസ്രായേൽ ബിൻ യൂനുസ് അതിന്റെ പരമ്പരയിലുണ്ട്. ബുഖാരി ഉദ്ധരിച്ചതാണെങ്കിലും. പരിചരിപ്പിന് ആവശ്യമില്ല, എന്നില്ല പറഞ്ഞ ആവശ്യമില്ല എന്ന്